ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാനാണ്. അതായത് എനിക്കിതുപോലെ വരുന്ന പിമ്പിൾസൊക്കെ ഞാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കലകളായാലും അതിൻ്റെ തീവ്രത അല്ലേ, പിമ്പിൾസ് വന്ന് ഭയങ്കര വേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ സ്കിൻ കെയർ റൂട്ടീന് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്ര കലയോ അല്ലെങ്കിൽ പിമ്പിൾസിൻ്റെ ആ ഒരു എഫക്റ്റോ കൂടുതൽ അങ്ങനെ ഉണ്ടാവാറില്ല. എന്നാലും വരും. അപ്പോൾ ഈ ഒരു റൂട്ടീനാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ മുഖം നന്നായി ക്ലെൻസ് ചെയ്യണം. അതായത് ക്ലെൻസറൊന്നുമല്ല, സാധാരണ ഫേസ് വാഷാണ്. അതായത് അക്കോളജിക്കയുടെ എൻ്റെ എല്ലാ വീഡിയോസിലും കാണാം. എൻ്റെ ഈ ഒരു ഫേസ് വാഷ് ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ, കാരണം അത്ര മതി. ഇത് ഭയങ്കര സാധാരണ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്ത് ഭയങ്കര ഡ്രൈ ആക്കും, പക്ഷേ ഇതൊരിക്കലും ഡ്രൈ ആക്കുന്നില്ല. മോയ്സ്ചറിങ് എഫക്റ്റാണ് ഈ ഒരു ഫേസ് വാഷ് എനിക്ക് തരുന്നത്. കാരണം ലേശം മതി, അത്രയും വേണ്ടു. ആ കഴുത്തിനൊക്കെ നല്ലോണം ഇതേപോലെ നല്ലോണം ചെയ്യണം കേട്ടോ. നല്ലോണം നമ്മൾ അതായത് പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോട്ടെ. ഈ ഒരു രാത്രി നമ്മളൊരു രാവിലെ വന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ പൊടിയൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം. അപ്പോൾ നല്ലോണം ഞാൻ ഇതുപോലെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ താടീൻ്റെ അടുത്താണ് കുരുക്കളും കലകളും അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനും ഒക്കെ ഉള്ളത്. അതിന് ശേഷം ഞാൻ ചൂടുവെള്ളത്തിൽ ചെറുതായി മുഖം ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുവെള്ളമല്ലേ, ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ നന്നായി മുഖം ഇങ്ങനെ കഴുകി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു പാക്ക് ഇടുന്നുണ്ട്. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പാക്കാണ്. ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലതൊന്നുമല്ല പാക്ക്, പക്ഷേ ഈ ഒരു പാക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കാണ്. അതായത് 10-15 മിനിറ്റ്, മാക്സിമം ഒരു 20 മിനിറ്റ് മാത്രമേ വെക്കാറുള്ളൂ. അത്യധികം പണിയുണ്ടെങ്കിൽ മാത്രം. അതായത് ഈ ഒരു പാക്ക് തേച്ചിട്ട് ഞാൻ എൻ്റെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പണിയുണ്ടൊക്കെ ചെയ്യും. അല്ലാണ്ട് ഈ പാക്ക് തേച്ചിട്ട് ഇങ്ങനെ സമയം വേസ്റ്റ് ആക്കാറില്ല. എല്ലാ സമയം നമ്മളെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയം എനിക്ക് ചപ്പാത്തി ചൂടേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ആ പാക്കൊക്കെ ഇട്ടിട്ട് ചപ്പാത്തി ആക്കാം. അങ്ങനെ ഞാൻ ആ പാക്ക് ഇട്ടിട്ട് ഒരു 20-15 മിനിറ്റ് വേണമല്ലോ നമുക്ക് കുഴച്ച് ചപ്പാത്തീൻ്റെ പരിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാം. അപ്പോൾ 20 മിനിറ്റിനുള്ളിൽ അതൊരു ഡ്രൈ ആകുകയും ചെയ്യും. നല്ല ഡ്രൈ ആകാൻ വെക്കണ്ട. എൻ്റെ ഏകദേശം ഇങ്ങനെ ഉണങ്ങി ആറിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ ആക്കിയ ചപ്പാത്തി കണ്ടോ. അപ്പോൾ ഈ സമയമൊന്നും ഞാൻ വേസ്റ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ ഏകദേശം എനിക്ക് ചൊറിയാൻ തുടങ്ങി. കാരണം നല്ലോണം കഴുത്തിനാകെ അത്രയും അപ്ലൈ ഇട്ടു, എന്നാലും കുറച്ച് ചൊറിയാൻ തുടങ്ങി. ഞാൻ കഴുകിയിട്ട് വരാം. അങ്ങനെ ഞാൻ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു ഗ്ലോ കിട്ടും. കാരണം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ്. അതായത് ആകെ അത്ര മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ. അതായത് ഈ ചപ്പാത്തി ചൂടുന്നതുകൊണ്ട് മാത്രമാണ് ഒരു 20 മിനിറ്റ് ആയത്. അല്ലെങ്കിൽ 10-15 മിനിറ്റോട് ഞാൻ വേഗം വാഷ് ചെയ്ത് കളയലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ പിമ്പിൾസ് മാർക്സൊന്നും അധികം എൻ്റെ മുഖത്ത് അങ്ങനെ നിൽക്കാറില്ല. വന്നെങ്കിൽ തന്നെ വേഗം പോകാറുണ്ട്. നെക്സ്റ്റ് ടോണർ ചെയ്യുക. കട്ടൺ ടോൺ ചെയ്യണം എന്തായാലും. അതായത് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് നമ്മൾ പോഴ്സൊക്കെ, അതായത് പാക്കൊക്കെ ഇടുമ്പോൾ പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നല്ലോണം ഫേസ് വാഷ് ചെയ്യുക. അപ്പോൾ നെറ്റിക്ക് അതിലിടയ്ക്ക് ഒരു കൊതു അടിച്ചുണ്ടാവും, അത് വിട്ടേ. പിന്നെ നമ്മൾ സ്കിന്നിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വേറെ തന്നെ ഒരു ടെൻഷൻ ആയിരിക്കും അല്ലേ. അതെല്ലാവർക്കും ഉള്ളതാണ്, എനിക്ക് ഉണ്ടായിരുന്നു വണ്ടി. ഇപ്പം അങ്ങനെയില്ല. അപ്പോൾ ടോൺ ചെയ്തിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുക, അതൊന്ന് ഡ്രൈ ആയിക്കോട്ടെ. അങ്ങനെ ഡ്രൈ ആയതിനു ശേഷം നമുക്ക് അടുത്ത ഒരു സീക്രട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് നൈറ്റാണ് നമ്മളെ സ്കിന്ന് ഫുൾ റിപ്പയർ ആകുക. അപ്പോൾ നമ്മൾ നൈറ്റ് ഇതേപോലെ അടിപൊളിയായിട്ട് കെയർ ചെയ്താൽ നമുക്ക് ഇതേപോലെ പിമ്പിൾസ് വന്ന മാർക്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അലോവേര ജെല്ലിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അലോവേര ജെല്ല് പിമ്പിൾസിനായാലും ഡാർക്ക് സർക്കിളായാലും ഒക്കെ എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് വോവിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ പ്യുവർ 100% 100% അലോവേര ജെല്ലുള്ള ഒരു ബ്രാൻഡാണ് വോവിൻ്റെ. എല്ലാവർക്കും അറിയുന്നതാണിത്. അപ്പോൾ ഞാൻ ഡാർക്ക് സർക്കിൾ ഉള്ളിട്ടെല്ലാം നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ്. അപ്പോൾ ഇനി പോയി കിടന്നുറങ്ങിയാലോ. ബൈ ഗൈസ്.